ബിസിനസ് അനലിസ്റ്റ് എന്നൊരു ജോബ് റോളുണ്ട് IT മാർക്കറ്റിൽ. അതിപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു ക്ലയൻറ്റ് മീറ്റിങ്ങിൽ ഞാനൊരു ബിസിനസ് അനലിസ്റ്റായിട്ട് ആക്ട് ചെയ്തു. അങ്ങനെ ഒരു സാഹചര്യം വന്നു. അപ്പോൾ എന്താണ് ആ ബിസിനസ് അനലിസ്റ്റ് എന്ന റോൾ നോക്കാം. അതുപോലെ തന്നെ നമ്മൾ ഈ പഠിക്കുന്ന എക്സൽ അവിടെ എങ്ങനെ ഉപയോഗിക്കപ്പെടാമെന്ന് നോക്കാം. അപ്പോൾ ഞാനിത് ഗൂഗിൾ ജെമിനിയോട് ചോദിച്ചൊരു പ്രോംപ്റ്റാണ്. എന്നുവെച്ചാൽ അയാൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ബ്രിഡ്ജ് ബിറ്റ്വീൻ ബിസിനസ് നീഡ്സും ടെക്നോളജി ഓർ പ്രോസസ് സൊല്യൂഷനുമായിട്ടുള്ള ബ്രിഡ്ജാണ് അയാൾ ആക്ട് ചെയ്യുന്നത്. എന്നുവെച്ചാൽ ബിസിനസ് കസ്റ്റമേഴ്സ് പറയുന്നത് ബിസിനസ് നീഡ്സ് ആയിരിക്കും. എനിക്ക് അത് വേണം ഇത് വേണം എന്നൊക്കെ പറയും. പക്ഷേ അത് ടെക്നിക്കലി സോൾവ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് പറ്റില്ല. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ അന്ന് ഒരു റിയൽ എസ്റ്റേറ്റ് ഒരു ഏജൻറ്റിൻ്റെ അടുത്താണ് സംസാരിച്ചത്. അവർക്കാണ് പ്രോഡക്റ്റ് വേണ്ടത്. അപ്പോൾ അവർക്ക് വേണ്ടത് Airbnb പോലുള്ള സാധനമായിരുന്നു വേണ്ടത്. അപ്പോൾ അവർ പറയുന്ന കുറേ യൂസ് കേസസ് ഉണ്ട്. അത് നമുക്ക് ഒരുപാട് സമയം എടുത്തിട്ടാണ് ആലോചിച്ചത്. 2.5 മണിക്കൂർ ഉണ്ടായിരുന്നു മീറ്റിംഗ്. പക്ഷേ അതിൽ കൂടുതലും വേണ്ടാത്ത കാര്യങ്ങളായിരുന്നു. എന്ന് വെച്ചാൽ റിപ്പീറ്റഡാണ് അവർ പറയുന്നത്. ഞങ്ങൾക്ക് ഇങ്ങനെ വേണം അങ്ങനെ വേണം, ഒരാൾ വന്നാൽ ഇങ്ങനെ അങ്ങനെയെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ മാനുവൽ പ്രൊസീജിയറിൽ ഓക്കെയാണ്. പക്ഷേ സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ ഒരാൾക്ക് വേണ്ടിയിട്ട് മാത്രം നമുക്ക് സിസ്റ്റം ഡിസൈൻ ചെയ്യാൻ പറ്റില്ല. അപ്പം പറയാൻ പറ്റില്ല ഒരാൾ മാത്രം ഇങ്ങനെ ഒരാൾ കണ്ടീഷൻ വരുവാണെങ്കിൽ ഇങ്ങനെ കൊടുക്കുക, മറ്റൊരു കണ്ടീഷൻ വരും, അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല. കാരണം എല്ലാവർക്കും ഒരേ കോമൺ സിനാരിയോ ആയിരിക്കണം സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ. അപ്പം ഞാനത് 2.5 മണിക്കൂർ സംസാരിച്ചു. അതിനുശേഷം ഞാൻ സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്തത് വെറും 10 മിനിറ്റ് കൊണ്ടാണ്. അത് ഞാൻ 10 മിനിറ്റ് കൊണ്ട് സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്തു. സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്ത് ഞാൻ എക്സൽ ഷീറ്റിൽ അതിൻ്റെ ഇക്വേഷൻ സഹിതം അവർക്ക് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തതിന് ശേഷം അവർ പറഞ്ഞു ഇതാണ് സംഭവം, ഇതാണ് വേണ്ടതെന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ പിന്നെ ഡെവലപ്പറിൽ സംസാരിച്ചത്. എന്ന് വെച്ചാൽ ഡെവലപ്പറിലേക്ക് പോകുമ്പോൾ ഈ പറഞ്ഞ 2.5 മണിക്കൂർ സംസാരിച്ചതിൻ്റെ ചുരുക്കം മാത്രമേ പെടാറുള്ളൂ. എന്ന് വെച്ചാൽ ഞാൻ ഡെവലപ്പർക്ക് പിന്നീട് ഞാൻ പറഞ്ഞു കൊടുത്തതിനകത്ത് 2 മിനിറ്റേ ഉള്ളൂ. അതാണ് ബിസിനസ് അനലിസ്റ്റിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞത്. അയാളുടെ റോള് തന്നെയാണ്. ബിസിനസ് കാര്യങ്ങൾ നമ്മൾ പെർസ്പെക്റ്റീവ് എടുക്കുന്നു. അതിനുശേഷം കസ്റ്റമർ പറഞ്ഞ കാര്യങ്ങളെ ചുരുക്കി ടെക്നിക്കലി എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ പറഞ്ഞു കൊടുത്തത് എങ്ങനെ ടേബിൾ ഡിസൈൻ ചെയ്യണം, എങ്ങനെ ടേബിളിൻ്റെ ഫോറിൻ കീ പ്രൈമറി കീ കണക്ട് ചെയ്യണം, എങ്ങനെയാണ് അതിന് ഫ്രണ്ട് എൻഡിൽ ഡിസ്പ്ലേ ചെയ്യേണ്ടത്, ഇത്രയും കാര്യങ്ങൾ ലോജിക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ബിസിനസ് കസ്റ്റമറിനോട് പറഞ്ഞ കഥയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ so they are essentially agents of change who helps organizations improve processes, products or services after analyzing data and business. എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഡേറ്റ പ്രോസസ്സിംഗ് ആണ് നമ്മൾ ബിസിനസ്സിനായാലും പ്രോഗ്രാമിങ്ങിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ഡേറ്റ എങ്ങനെ കണക്ട് ചെയ്യണമെന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. ആ കണക്ഷനാണ് നമ്മൾ. അപ്പോഴാണ് പ്രോഗ്രാമിംഗ് നിങ്ങൾക്ക് ഇറ്ററേറ്റീവ് അല്ലാതിരിക്കുന്നത്. എന്നുവെച്ചാൽ പ്രോഗ്രാമിംഗ് എന്തുകൊണ്ട് ഇത്രയും ഡിലേ ആയി പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക, ആദ്യം ഒരു അസംഷൻ എടുക്കും, അസംഷൻ എടുത്ത് തെറ്റിപ്പോവും, രണ്ടാമത് പോവും, പിന്നെയും ക്ലയൻറ്റ് പറയും ഇതല്ല ഞങ്ങൾക്ക് വേണ്ടത്, പിന്നെയും പോയി ശരിയാക്കും. കാരണം ഡേറ്റ പ്രോസസ്സിംഗ് ആണെന്ന് മനസ്സിലാകാതിരിക്കലാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം. അവിടെയാണ് ഈ പറഞ്ഞ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റി ഭയങ്കരമായി ഇറ്ററേറ്റീവ് ചെയ്യുന്നത്. ലെസ് ഇറ്ററേഷൻ. എൻ്റെ 2ാമത്തെ ഇറ്ററേഷനിൽ ഞാൻ കൊടുക്കാൻ പോകുന്നത് ഫൈനൽ വേർഷൻ ആയിരിക്കും. ഫസ്റ്റ് ഇറ്ററേഷൻ പൊളിഞ്ഞു. കാരണം ഫസ്റ്റ് ഇറ്ററേഷനിൽ അവർ പറഞ്ഞ റിക്വയർമെൻറ്റ് ആയിരുന്നില്ല എനിക്ക്. കാരണം ക്ലയൻറ്റ് നേരിട്ട് വന്ന് സംസാരിച്ചത് ഞാൻ പറയലായിരുന്നു കൂടുതലെന്ന് വെച്ചാൽ അവരിങ്ങോട്ട് സംസാരിച്ചൊന്നുമില്ല. 2ാമത്തെ ഇറ്ററേഷനിലാണ് അവർ സംസാരിച്ചു തുടങ്ങിയത്. കാരണം അവർ പ്രോഡക്റ്റ് കാണിച്ചപ്പോഴാണ് പറഞ്ഞത് ഞങ്ങൾക്ക് ഇതല്ല വേണ്ടതെന്നുള്ളത് പറഞ്ഞത്. അപ്പം ഞാൻ ആസ് എ ബിസിനസ് അനലിസ്റ്റ്, ഞാൻ ഫസ്റ്റ് സ്റ്റേജിൽ ബിസിനസ് അനലിസ്റ്റ് അല്ലായിരുന്നു, ഞാൻ ഡെവലപ്പറായിട്ട് പോയി. സെക്കൻഡ് സ്റ്റേജിലാണ് ബിസിനസ് അനലിസ്റ്റ് ആയത്. ഇപ്പം ഇനി അടുത്ത ഫസ്റ്റ് വേർഷനിൽ തന്നെ പ്രോഡക്റ്റ് പിച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ പോകുന്നത് നെക്സ്റ്റ് ക്ലയൻറ്റിനോട്. അപ്പോൾ അവരുടെ റോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വർക്ക് വിത്ത് സ്റ്റേക്ക് ഹോൾഡേഴ്സ്, അണ്ടർസ്റ്റാൻഡ് ബിസിനസ് പ്രോബ്ലം ആൻഡ് ഓപ്പർച്യൂണിറ്റി, ഗാദർ ഡോക്യുമെൻറ്റ്സ്, ബിസിനസ് റിക്വയർമെൻറ്റ്സ് ഉണ്ടാക്കുന്നു, അതിനുശേഷം കസ്റ്റമറോട് സംസാരിക്കുന്നു, ഡെവലപ്പറോട് സംസാരിക്കുന്നു, ഡേറ്റ അനാലിസിസ് ആൻഡ് റിപ്പോർട്ടിംഗ്. ഇവരാണ് ശരിക്കും പറഞ്ഞാൽ എത്രമാത്രമുണ്ട്, എങ്ങനെയാണ് ഡേറ്റ എങ്ങനെയാണ് ഈ ട്രെൻഡ് അൺകവർ ചെയ്യുന്നത്, പാറ്റേൺസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്. ഇപ്പം ഞങ്ങൾക്കൊരു ബെഡുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് ഡെവലപ്പർക്ക് ഞാൻ പറയാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഡെവലപ്പർ എടുക്കുന്ന സമയം കൂടുതലാണ്. എന്ന് വെച്ചാൽ എനിക്ക് കൂടുതൽ പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. സോ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ പാറ്റേൺ റെക്കഗ്നൈസ് ചെയ്ത് ട്രെൻഡ് ഉണ്ടാക്കും. പിന്നെ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നും ഞാൻ പറഞ്ഞു കൊടുക്കും. എന്ന് വെച്ചാൽ ബിസിനസ് അനലിസ്റ്റാണ് പറയുന്നത് എങ്ങനെയാണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്. അത് കുറച്ച് ഡേറ്റ അനാലിസിസിൻ്റെ ഭാഗമായിട്ട്. അതിൽ കോർ ടെക്നിക്കൽ സ്കിൽ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ വളരെ നിർബന്ധമാണ്. ഇതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷനാണ് പ്രധാനപ്പെട്ടത്. കാരണം ഒരു കസ്റ്റമർ വന്ന് നമ്മളോടത്ത് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ ചെയ്യണമെന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ചെയ്തേക്കാമെന്ന് പറയില്ല. യൂസ് കേസ് ഇടുക. നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുമ്പോൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യും. നിങ്ങൾ മനസ്സിലാക്കിയ കാര്യം ഇത് തന്നെയാണോ എന്ന് ക്ലയൻറ്റിനോട് സംസാരിക്കുന്നത് എങ്ങനെയാണ്, എക്സാമ്പിൾ വെച്ചിട്ടായിരിക്കും. നിങ്ങളൊരു യൂസ് കേസ് ഇട്ട് കൊടുക്കുമ്പോൾ പറയാണ് 2 പേര് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് റൂം അലക്കേറ്റ് ചെയ്യുന്നത്, നിങ്ങളുടെ കയ്യിൽ 2 റൂമുണ്ടോ, അതോ ഒരു സെപ്പറേറ്റ് റൂമാണോ, അതോ ബെഡിനകത്ത് 2 പേരെ കിടത്തുകയാണോ, ഒരു ബെഡിനകത്ത് ഒരാൾ കിടന്നാൽ എത്ര കൊടുക്കണം എന്നുള്ള ക്വസ്റ്റ്യൻ അങ്ങോട്ട് ചോദിച്ച് അവർക്ക്
അവരെ കൺഫ്യൂഷനാക്കി അവരൊരു ആൻസറിലേക്ക് എത്തുന്ന രീതിയിലാണ് നമ്മൾ ചോദിക്കുക. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പറഞ്ഞ അനലിറ്റിക്കൽ ക്രിട്ടിക്കൽ തിങ്കിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നുവെച്ചാൽ ബിസിനസ് ഓപ്പറേഷൻ പ്രോബ്ലംസ് എന്താണെന്ന് അതിൻ്റെ കോംപ്ലക്സിറ്റി എന്താണെന്ന് മനസ്സിലാക്കുക. ഇതിലൊരു കോംപ്ലക്സിറ്റി ഉണ്ടായിരുന്നു, ഞാൻ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. അത് അവർക്കും ഭയങ്കര കോംപ്ലക്സ് ആയിരുന്നു. അതിന് ഭയങ്കരമായ പ്രോബ്ലം സൊല്യൂഷൻ ഉണ്ടാവത്തില്ല എന്നൊക്കെ പറഞ്ഞിരുന്ന സാധനം നമ്മൾ സൊല്യൂഷൻ ഉണ്ടാക്കി കൊടുത്തു. പിന്നെ പ്രോബ്ലം സോൾവിങ് അങ്ങനെ പോകുന്നു. അതിനുശേഷം നമ്മൾ പറയുന്നത് എന്ത് ടൂൾ ഉപയോഗിക്കണം ഈ പറഞ്ഞ ഇതിലേക്ക് എത്താൻ എന്നുള്ളതാണ്. അതിലൊന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റ് എക്സൽ ഫോർ ഡേറ്റ മാനിപ്പുലേഷൻ അനാലിസിസ്. എന്ന് വെച്ചാൽ ഡേറ്റ മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയിരിക്കുന്ന റോ ഡേറ്റയെ പിന്നെ പ്രോസസ്സ് ചെയ്ത് യൂസ്ഫുൾ ഡേറ്റയാക്കി മാറ്റുന്നതാണ് ഈ പറഞ്ഞ മാനിപ്പുലേഷൻ. എന്നിട്ട് ആ ഡേറ്റയുടെ ട്രെൻഡ് അനുസരിച്ച് അനലൈസ് ചെയ്യുക. എന്നിട്ട് എന്താണ് അവർക്ക് ഫീച്ചർ. ഇപ്പോൾ ഞങ്ങൾക്ക് മെട്രിക്സിൻ്റെ ഒരു ഫീച്ചർ വരുന്നുണ്ട് ഫ്യൂച്ചർ അപ്ഡേറ്റ്സിൽ. എന്ന് വെച്ചാൽ അവർക്ക് ഉപയോഗപ്പെടുന്ന രീതിയിൽ ബുക്കിംഗ് കൂട്ടുന്ന രീതിയിലുള്ള അനാലിസിസ് ആണ് നെക്സ്റ്റ്. അതിലേക്ക് എത്തിയിട്ടില്ല. സോ ഫസ്റ്റ് വൺസ് ദ സൈറ്റ് ഈസ് ലൈവ് ദെൻ വി വിൽ ഗോ ഫോർ ദി അനാലിസിസ്. അതേപോലെ ഫ്ലോ ചാർട്ട് ഉണ്ടാക്കാൻ നിർബന്ധമാണ്. നമുക്ക് ആ ഫ്ലോ ചാർട്ടിലൂടെ എങ്ങനെയാണ് ഈ ഓരോ പ്രോസസ്സ് നടക്കുന്നത്, ഡേറ്റ ഫ്ലോ എങ്ങനെയാണെന്ന് മനസ്സിലാക്കി അവരെ കാണിച്ചു കൊടുക്കണം. ജസ്റ്റ് ഒരു ബ്ലോക്ക് ഡയഗ്രാം മതി അതിനകത്ത് ആരോസ് വെച്ചിട്ട്. അതിനുവേണ്ടി നമ്മളിപ്പോൾ ടൂളുകളൊന്നും ഉപയോഗിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ ഉപയോഗിക്കുന്ന draw.io എന്ന് പറഞ്ഞ ടൂളാണ്. അതാണ് എനിക്ക് ഏറ്റവും ഫീസിബിളും ഈസി ആയിട്ടുള്ള ടൂള് എനിക്ക് ഉപയോഗിക്കാൻ. പിന്നെ ഡേറ്റ വിഷ്വലൈസേഷൻ എങ്ങനെയാണ്, ഹൗ യു ആർ ഗോയിങ് ടു റെപ്രസെൻറ്റ് ദ ഡേറ്റ, അതിന് ബിസിനസ് ഇൻ്റലിജൻറ്റ് ടൂൾസും ഉപയോഗിക്കേണ്ട. എക്സൽ തന്നെ മതിയാവും, നിർബന്ധമില്ല ഒരുപാടൊന്നും. പിന്നെ അതേ ഇതൊക്കെ എക്സലിൽ തന്നെ നടക്കുന്ന കാര്യങ്ങൾ. ഇതൊക്കെ വേറെ ടൂളാക്കുന്നതേ ഉള്ളൂ. ജസ്റ്റ് ബാക്ക് എൻഡ് എപ്പോഴും ഡേറ്റ തന്നെയാണ്. എന്ന് വെച്ചാൽ എക്സൽ പോലെ ഡേറ്റാ ബേസ് തന്നെയാണ്. ഓക്കെ, സോ ഇതാണ് ബിസിനസ് അനലിസ്റ്റ്. എന്ന് വെച്ചാൽ എക്സൽ പഠിച്ചാൽ എന്ത് കിട്ടും എന്ന് ചോദിച്ചാൽ ഇതൊക്കെ തന്നെയാണ് അതിൻ്റെ ഉത്തരം. ഓക്കെ.